ഹായ് ഓൾ, ദിസ് ഈസ് അമൽഡ. വെൽക്കം ടു സോഹോ ബുക്സ് മലയാളം ട്യൂട്ടോറിയൽ. ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ്. അതിനായിട്ട് സെയിൽസിൻ്റെ അണ്ടറിലെ കസ്റ്റമേഴ്സ് എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്രിയേറ്റ് ന്യൂ കസ്റ്റമർ. ഫസ്റ്റ് ചോദിക്കുന്നത് കസ്റ്റമർ ടൈപ്പ് ആണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കസ്റ്റമർ ഒരു ബിസിനസ് ആണോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആണോ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ബിസിനസ് ആണെങ്കിൽ ബിസിനസ് എന്നത് കൊടുക്കുന്നു. ദെൻ പ്രൈമറി കോണ്ടാക്റ്റ്, നമ്മൾ ആ ബിസിനസ്സിൽ ആരുമായിട്ടാണ് പ്രൈമറി കോണ്ടാക്ട് ചെയ്യുന്നത് ആ ഒരു പേഴ്സൻ്റെ നെയിം. ഞാൻ ജസ്റ്റ് ശരത് എസ് എന്നുള്ള നെയിം കൊടുക്കുന്നു. ദെൻ കമ്പനി നെയിം, നമ്മളുടെ കസ്റ്റമറിൻ്റെ കമ്പനിയുടെ നെയിം കൊടുക്കുന്നു. ABC, ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ABCD പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള നെയിം കൊടുക്കുന്നു. ദെൻ ഡിസ്പ്ലേ നെയിം, ഇൻവോയ്സിൽ ഡിസ്പ്ലേ ചെയ്തെന്ന് വരുന്ന നെയിം നമുക്ക് ഡ്രോപ്പ് ഡൗണിൽ നിന്നും ചൂസ് ചെയ്യാം. അത് ABCD പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. അതിനുശേഷം കസ്റ്റമറുടെ മെയിൽ ഐ ഡിയും കോൺടാക്ട് നമ്പറും ചോദിക്കുന്നുണ്ട്. അതേപോലെ അത് മാൻഡേറ്ററി അല്ല, നമുക്ക് ഓപ്ഷണലാണ്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. അതിനുശേഷം അതർ ഡീറ്റെയിൽസിലേക്ക് വരുന്ന സമയത്ത് നമുക്കിപ്പം നമ്മുടെ ബിസിനസ് ഒരു രജിസ്റ്റേർഡ് ബിസിനസ് ആയിരുന്നുണ്ടായിരുന്നെങ്കിൽ ചോദിക്കുന്നത് GST നമ്പർ ആയിരിക്കും കസ്റ്റമറിൻ്റെ. ഇതിപ്പോൾ എൻ്റെ ട്രയൽ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ഞാനൊരു ടെസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അതിൽ GST നമ്പർ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു GSTൻ്റെ പാർട്ട് ചോദിക്കുന്നില്ല. ഇപ്പം നിങ്ങളൊരു രജിസ്റ്റേർഡ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഇവിടെ ചോദിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കസ്റ്റമർ രജിസ്റ്റേർഡ് ആണോ അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് ആണോ അല്ലെങ്കിൽ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്തേക്കുന്നവരാണോ അല്ലെങ്കിൽ ഡീംഡ് എക്സ്പോർട്ട് ആണോ സ്പെഷ്യൽ ഇക്കോണമിക് സോണിലുള്ളവരാണോ. അപ്പം നമ്മൾ അത് ആ ഒരു ചൂസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അടുത്ത ചോദിക്കുന്നവരുടെ GST നമ്പർ ആയിരിക്കും. ഈ രണ്ട് ഫാക്ടർ ഇവിടെ മിസ്സിംഗ് ആണ്. അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ദെൻ നെക്സ്റ്റ് ചോദിക്കുന്നത് പാൻ നമ്പറാണ്. ഈ ഒരു കസ്റ്റമറിൻ്റെ പാൻ നമ്പർ മാൻഡേറ്ററി അല്ല. ദെൻ കറൻസി, നമ്മൾ ഡോളറിലാണ് ഇൻവോയ്സ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ കറൻസി ഇവിടെയാണ് മാറ്റി കൊടുക്കേണ്ടത്. നമ്മളിവിടെ USD ചൂസ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഈ കസ്റ്റമറിന് ഇന്ത്യൻ റുപ്പിയിൽ തന്നെയാണ് ഇൻവോയ്സ് ചെയ്യുന്നത്, അതുകൊണ്ട് INR തന്നെയാണ് കൊടുക്കുന്നത്. ദെൻ ഓപ്പണിംഗ് ബാലൻസ്, നമ്മൾ വേറൊരു സോഫ്റ്റ്വെയറിൽ നിന്നും സോഹോ ബുക്സിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെയാണ്, ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ള സ്ഥലത്താണ്. ദെൻ അവരുമായിട്ടുള്ള പേയ്മെൻറ്റ് ടൈംസ്, ഡ്യൂ ഓൺ റെസിപ്റ്റ് ആണോ, നെറ്റ് 30 days ആണോ, അല്ലെങ്കിൽ ഈ തന്നേക്കുന്ന ലിസ്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കോൺഫിഗർ ടൈംസ് കൊടുത്തിട്ട് പുതിയ ടൈം ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നെറ്റ് 30 days എന്നുള്ളത് ചൂസ് ചെയ്യുന്നു. ദെൻ ഇവർക്ക് കസ്റ്റമർ പോർട്ടലിലേക്ക് ആക്സസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ടിക്കറ്റ് കൊടുത്താൽ മതിയാവും. ആ പോർട്ടലിലെ ലാംഗ്വേജ് നമുക്ക് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ എന്തെങ്കിലും എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഒക്കെ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ പോസിബിൾ ആണ്, അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അടുത്തതായിട്ട് അതർ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത്. ഇതിൽ ബില്ലിംഗ് അഡ്രസ്സും ഉണ്ട്, ഷിപ്പിംഗ് അഡ്രസ്സും ഉണ്ട്. ബില്ലിംഗ് അഡ്രസ്സും ഷിപ്പിംഗ് അഡ്രസ്സും സെയിം ആണെങ്കിൽ നമ്മൾ ബില്ലിംഗ് അഡ്രസ്സ് എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ കോപ്പി ബില്ലിംഗ് അഡ്രസ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതിയാവും. ഇനി രണ്ടും രണ്ടാണെങ്കിൽ നമ്മൾ രണ്ട് സ്ഥലത്തും ഫില്ല് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നത് കൺട്രിയാണ്, ഇന്ത്യ എന്നുള്ളത് ചൂസ് ചെയ്യുന്നു. ദെൻ അഡ്രസ്സ്, അഡ്രസ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു, സിപ്പ് കോഡും ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം എൻ്റെ ഷിപ്പിംഗ് അഡ്രസ്സ് സെയിം ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, കോപ്പി ബില്ലിംഗ് അഡ്രസ്സ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു. അപ്പം ഓട്ടോമാറ്റിക്കലി ബില്ലിംഗ് അഡ്രസ്സ് തന്നെ ഷിപ്പിംഗ് അഡ്രസ്സിലേക്ക് കോപ്പി ചെയ്ത് വന്നിട്ടുണ്ടാവും. ദെൻ കോൺടാക്ട് പേഴ്സൺസ് ആണ്. നമ്മൾ ഓൾറെഡി ഒരു പ്രൈമറി കോൺടാക്ട് ആഡ് ചെയ്തു. അതുകൂടാതെ നമുക്കിനി വേറെയും കോൺടാക്ട് പേഴ്സൺസിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അവരുടെ പേര് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ മെയിൽ IDയും കോൺടാക്ട് നമ്പറും കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ദെൻ കസ്റ്റം ഫീൽഡ് ആൻഡ് റിപ്പോർട്ടിംഗ് ടാഗ്, ഈ രണ്ട് ഫീച്ചർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. നമുക്കൊരു കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കസ്റ്റം ഫീൽഡും കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് ടാഗും കൊടുക്കാൻ പറ്റും. കസ്റ്റം ഫീൽഡ് മെയിനായിട്ട് നമുക്ക് റിപ്പോർട്ട് ആണ് യൂസ് ചെയ്യുന്നത്. റിപ്പോർട്ടിംഗ് ടാഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കോസ്റ്റ് സെൻറ്ററിനെ ബേസ് ചെയ്ത് നമുക്ക് ഒരു നെറ്റ് പ്രോഫിറ്റബിലിറ്റി ഒക്കെ അറിയണമെങ്കിലാണ് നമ്മൾ റിപ്പോർട്ടിംഗ് ടാഗ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിമാർക്ക്, നമുക്ക് എന്തെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇന്റേണൽ യൂസിനായിട്ട് അതിൽ റിമാർക്ക് എന്നുള്ള ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ സേവ് കൊടുക്കുന്നു. അപ്പോൾ ഒരു കസ്റ്റമർ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇത് അവരുടെ ഓവർവ്യൂ പേജാണ്. ഈ പേജിൽ നമുക്ക് കൊടുത്ത ഇൻഫർമേഷൻ കാണാൻ പറ്റും. അവരുടെ അഡ്രസ്സ്, അതേപോലെ തന്നെ പേയ്മെൻറ്റ് ടൈംസ്, ഓപ്പണിംഗ് ബാലൻസ്. ഈ ഒരു ഹിസ്റ്ററി പാർട്ടിലാണ് നമ്മൾ ഈ കോൺടാക്റ്റിനെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിക്കുന്നത്. നമ്മൾ കോൺടാക്റ്റ് ആഡ് ചെയ്ത ഡേറ്റ്, ടൈം, അതേപോലെ തന്നെ നമ്മൾ ഇവർക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഹിസ്റ്ററി എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും.
അതടുത്തത് ഈ ഒരു കസ്റ്റമറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കമൻറ്റ്സ് ഇവിടെ ആഡ് ചെയ്ത് വെക്കാം. നമ്മൾ അവരോട് ഡീൽ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ മെയിൽസ് എല്ലാം ഇവിടെ കാണാൻ പറ്റും. ദെൻ സ്റ്റേറ്റ്മെൻറ്റ്, കസ്റ്റമറിന് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെയാണ് കാണുന്നത്. നമുക്കിവിടെ ഡേറ്റ് ഒക്കെ മാറ്റി എക്സലിലേക്കോ PDF-ലേക്കോ നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് കസ്റ്റമറിന് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു.